നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മലയാളം നന്നായി ഉണ്ണാൻ യൂണിറ്റ് 2 നന്നായി ഉണ്ണാൻ എന്ന പാഠഭാഗമാണ്. മക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ് ഏറ്റവും വലിയ പ്രശ്നം? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പല പ്രശ്നങ്ങളും വരുന്നുണ്ടാകും അല്ലേ? നല്ല ബാഗ് വേണം, നല്ല കുട വേണം, നല്ല ചെരുപ്പ് വേണം, വളകളും മാലകളും ഒക്കെ വേണം അല്ലേ? നല്ല TV വേണം, നല്ല ഫോൺ വേണം, അങ്ങനെ. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല. എന്താണെന്നറിയാമോ? വിശപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും വിശപ്പ് മാറ്റാൻ ആഹാരം വേണം. അതിനെന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? വിശപ്പ് മാറ്റാൻ കൃഷി ചെയ്യണം. നമുക്ക് കഴിക്കാനുള്ള ആഹാരം കൃഷി ചെയ്ത് ഉണ്ടാക്കണം. നമ്മുടെ പ്രധാന ആഹാരം എന്താണ്? അരി അല്ലേ? അതായത് നമ്മൾ ചോറ്, പലഹാരങ്ങൾ ഇതൊക്കെയല്ലേ കൂടുതലായും കഴിക്കുന്നത്. ചോറുണ്ടാക്കാനും പലഹാരങ്ങൾ ഉണ്ടാക്കാനും എന്തെല്ലാം ആവശ്യമാണ്? അരി, പിന്നെ ഗോതമ്പ്, ഉഴുന്ന് അല്ലേ, റവ, അങ്ങനെ പല സാധനങ്ങൾ കൊണ്ട് നമ്മൾ പലഹാരം ഉണ്ടാക്കും. അതിലേക്ക് കറികൾ വേണ്ടേ? വേണം. കറി വെക്കാൻ എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത്? പച്ചക്കറികൾ വേണം. ഏതൊക്കെയാണ് ഈ പച്ചക്കറികൾ? വെണ്ടയ്ക്ക, കുമ്പളങ്ങ, തക്കാളി, മത്തങ്ങ, കാരറ്റ്, ബീട്രൂട്ട്, കാബേജ്, ഉള്ളി, അങ്ങനെ ഒരുപാട് പച്ചക്കറികൾ നിങ്ങൾക്കറിയാം അല്ലേ? പിന്നെയോ ഇറച്ചി, മീൻ, മുട്ട, പാൽ ഇതൊക്കെയും നമ്മുടെ ആഹാരമാണ് അല്ലേ? ഇറച്ചി, മുട്ട, പാൽ ഇവയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ആട്, പശു, കോഴി, താറാവ്, കാട ഇവയൊക്കെ വളർത്തണം. ഇതൊക്കെ നമുക്ക് വളർത്താൻ പറ്റുമോ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇതെല്ലാം കൂടി നമുക്ക് വളർത്താനും കൃഷി ചെയ്യാനും കഴിയില്ല. ഇതൊക്കെ നമുക്ക് വാങ്ങാനും കിട്ടും. അങ്ങനെയാണ് ചില കുട്ടികളുടെ മനസ്സിൽ തോന്നുന്നത്. ഇല്ലേ? വാങ്ങാൻ കിട്ടും, ശരിയാണ്. എന്നാൽ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാനും പറ്റും. അതിന് നമ്മൾ കൃഷി ചെയ്യണം. കൃഷി നമ്മുടെ സംസ്കാരമാണ്. കൃഷി ഒരു ജീവിത രീതി കൂടിയാണ്. നമുക്ക് ഇവയെല്ലാം നമ്മുടെ വീട്ടിൽ നട്ടുവളർത്താൻ കഴിയില്ല. എല്ലാം നട്ടുവളർത്താൻ കഴിയില്ല. എന്നാൽ നമുക്ക് ഉള്ള സ്ഥലത്ത് കഴിയുന്നത്ര നട്ടുവളർത്താൻ ശ്രമിക്കില്ലേ? നിങ്ങളുടെ വീട്ടിൽ കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും ആ സ്ഥലത്ത് 2 വെണ്ടത്തയ്യോ, 4 മുളകിൻ തയ്യോ, അല്ലെങ്കിൽ ഒരു മുരിങ്ങാക്കൊമ്പോ, 4 പയർ വിത്ത് കുഴിച്ചിടുക. അങ്ങനെ നമുക്ക് പറ്റുന്നത് നമ്മൾ ഉണ്ടാക്കുക. ബാക്കി വാങ്ങിയ പോരെ? അതേപോലെ ഒരു ചെറിയ കോഴിക്കൂട് വാങ്ങി ഒരു കോഴിയെ വളർത്താം, 2 കോഴിയെ വളർത്താം. അവ മുട്ടയിട്ട് വീണ്ടും കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവും അല്ലേ? അങ്ങനെ നമുക്കുള്ള സ്ഥലത്ത് ഇതൊക്കെ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? സന്തോഷം. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ആ സന്തോഷം കിട്ടും. ചെയ്തു നോക്കണം, അപ്പോഴറിയാം ആ സന്തോഷം. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ഈ കഥയൊന്ന് കേട്ടു നോക്കൂ. യൂണിറ്റ് 2 നന്നായി ഉണ്ണാൻ. നന്നായിട്ട് ഉണ്ണണം. ഉണ്ണുക പറഞ്ഞാൽ എന്താ അറിയില്ലേ? കഴിക്കുക. നന്നായി ഉണ്ണാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ കൂടെ മനസ്സിലാകുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി കൃഷി ചെയ്യണം എന്നുള്ളത്. ഇവരെന്താണ് പറയുന്നത് എന്ന് നോക്കാം. കൂട്ടുകാരെ, കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല. കുട്ടികൾ വിശന്ന് കരയുന്നു. അതെ, ഇങ്ങനെയായാൽ നാം എങ്ങനെ ജീവിക്കും? മനുഷ്യരുടെ പരാതി കേട്ടു മടുത്തു.
വാഴ തിന്നു, കരിമ്പ് നശിപ്പിച്ചു, ചക്ക പറിച്ചു. ഇനിയും എന്തെല്ലാം കേൾക്കണം. നാട്ടിലിറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയാ. പടക്കമെറിയും, വെടിവെക്കും. ഞങ്ങൾ കിഴങ്ങ് കട്ട് തിന്നുന്നത്രേ. ആരത് പറയുന്നത്? ഇത്ര നേരം ആനക്കുട്ടന്മാരാ പറഞ്ഞിരുന്നത്. ഈ പറയുന്ന ചെറിയ ആളെ ഒന്ന് നോക്കൂ. എലിക്കുട്ടനാ. ഞങ്ങൾ കിഴങ്ങ് കട്ടു തിന്നുന്നത്രേ. എലി കിഴങ്ങ് തിന്നും അല്ലേ? കതിര് കൊത്തുന്നു, പഴം മോഷ്ടിക്കുന്നു. ഞങ്ങളെക്കുറിച്ചുമുണ്ട് പരാതികൾ. ഇതാരാ പറയുന്നത്? തത്തമ്മയും കുരുവിയും. കുഞ്ഞിക്കുരുവിയും അമ്മക്കുരുവിയും തത്തമ്മയും എല്ലാവരും പറയുകയാണ്, ഞങ്ങളെക്കുറിച്ചും പരാതികളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആന കരഞ്ഞുകൊണ്ട് പറയുന്നു, നോക്കൂ, നമുക്കും വിശപ്പില്ലേ? അതെന്താ ആരും മനസ്സിലാക്കാത്തത്? നമുക്കും വിശന്നിട്ടല്ലേ നമ്മളതൊക്കെ എടുക്കുന്നത്. ഇതെന്താ ആൾക്കാർ മനസ്സിലാക്കാത്തത് എന്നാണ് ആനക്കുട്ടൻ്റെ സങ്കടം. മനുഷ്യരെ എങ്ങനെ കുറ്റം പറയും? അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ? ഒരാന ചോദിക്കുകയാണ്, വലിയൊരാന ചോദിക്കുക. മനുഷ്യർ നമുക്ക് തിന്നാനല്ല ഇതൊന്നും ഉണ്ടാക്കുന്നത്. അധ്വാനിച്ച് അവരുണ്ടാക്കുന്നത് അവർക്ക് കഴിക്കാനും ബാക്കിയുള്ളത് വിറ്റ് പൈസ ഉണ്ടാക്കാനും ഒക്കെ അല്ലേ? അവരെ കുറ്റം പറയാൻ കഴിയില്ല. അതും ഇതും പറഞ്ഞിട്ടു കാര്യമില്ല. നമുക്ക് നല്ല തടിമിടുക്കില്ലേ? നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം. അപ്പോൾ മറ്റൊരാന വീറോടെ പറയാണ്, നമുക്ക് അതും ഇതൊന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല. അവർ പരാതി പറയുന്നു, ഇവർ പരാതി പറയുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കണം. നല്ല ഐഡിയ, നമുക്കും കൃഷി ചെയ്യാം. അത് എലിക്കുട്ടൻ ഇഷ്ടപ്പെട്ടു. നല്ല ഐഡിയ ആണിത്. അങ്ങനെ അവർ ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. ചിത്രത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു നോക്കൂ. കൃഷി ചെയ്യാനുള്ള ഒരുക്കാണ്. ആന എന്താണ് ചെയ്യുന്നത്? ആനകൾ തുമ്പിക്കൈയിൽ വെള്ളം കൊണ്ടുവന്ന് കൃഷിസ്ഥലത്ത് ഒഴിക്കുന്നു. കുരുവി എന്താ ചെയ്യുന്നത്? വെള്ളം എല്ലായിടത്തും എത്തുന്നതിനു വേണ്ടി ചാലുണ്ടാക്കുന്നു. എലിക്കുട്ടന്മാരോ? എലിക്കുട്ടന്മാർ വിത്ത് നടുന്നതിനു വേണ്ടി മണ്ണ് കിളച്ചു മറിക്കുന്നു. ഇവിടെ കുറുക്കന്മാര്, കുറുനരികൾ എന്താണ് ചെയ്യുന്നത്? പുല്ലു പറിച്ച് കൃഷിസ്ഥലം വൃത്തിയാക്കുന്നു. ഇങ്ങനെ എല്ലാവരും കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. കൂട്ടുകാർക്ക് ഉത്സാഹമായി. എല്ലാവരും ഒത്തുകൂടി. അപ്പം എല്ലാവരും ഒത്തുകൂടിയിട്ടോ. ഇവർ മാത്രമല്ല, ബാക്കി കുറേ പേര് ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അവരൊരുക്കി എന്ത് ചെയ്തു? നിലമൊരുക്കി. എല്ലാവരും ഇതാ ഇവിടെ നോക്കുക. ഇതാരാ ഇവിടെ ട്രാക്ടർ കൊണ്ട് വന്നിട്ടുള്ളത്? കരടി. കരടി പറയാണ്, എല്ലാം റെഡി ആയിട്ടുണ്ട്, ഇനി തുടങ്ങാം, ഇനി കൃഷി ചെയ്താൽ മതി, എല്ലാം റെഡിയായി. അവിടെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, കൃഷിക്ക് എന്തെല്ലാം ഉപകരണങ്ങൾ വേണം? നിങ്ങൾക്കറിയാമോ? കൃഷിസ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ? കൃഷിക്ക് എന്തെല്ലാം ഉപകരണങ്ങൾ വേണം? ഇവിടെ നിലം ഒരുക്കുന്നതിന് വേണ്ടി ഇവിടെ ട്രാക്ടറാണ് കൊടുത്തിട്ടുള്ളത്. ട്രാക്ടർ ഒരു കൃഷി ചെയ്യാനുള്ള ഉപകരണമാണ്. അതുപോലെ കലപ്പ, കാളകളെ ഉപയോഗിച്ച് കലപ്പയും വെച്ചിട്ടാണ് നിലം ഒരുക്കുന്നത്. പിന്നെ കൈക്കോട്ട്, അതേപോലെ മൺവെട്ടി, തൂമ്പ എന്നൊക്കെ പറയും, കുട്ട, അരിവാൾ, ട്രാക്ടർ, കാളവണ്ടി, പുല്ലുവെട്ടി, ഇങ്ങനെ കൃഷിക്ക് ആവശ്യമായ ഉപകരണങ്ങളുണ്ട്. ഇനി ഓരോന്നിൻ്റെയും ഉപയോഗം എന്താണെന്ന് ഇപ്പുറത്തെ കള്ളിയിൽ എഴുതണം. കലപ്പ, നിലമൊരുക്കാൻ. കൈക്കോട്ട്, മണ്ണ് കിളച്ചൊരുക്കാൻ. തൂമ്പ, മൺവെട്ടി, തടം കോരാനും മണ്ണ് നിരപ്പാക്കാനും. കുട്ട, വളം, വിത്ത്, വിളവുകൾ എന്നിവ കൊണ്ടുപോകാനും കൊണ്ടുവരാനും. ട്രാക്ടർ, ട്രാക്ടർ എന്തിനാണ്? നിലമൊരുക്കുന്നതിന്. അരിവാൾ, അരിവാൾ എന്തിനാണ്? നെല്ല് കൊയ്യാനും പുല്ലരിയാനും ഒക്കെ വേണം. പുല്ലുവെട്ടി, പുല്ല് ചെത്തി കൃഷിസ്ഥലം വൃത്തിയാക്കാൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഈ കൃഷി ഉപകരണങ്ങളുടെ പേര് പഠിക്കണം, അവയുടെ ഉപയോഗവും പഠിക്കണം. ഓക്കെ, പറയാം, എഴുതാം.
എന്തെല്ലാം കൃഷി ചെയ്യണം? ആന അപ്പം എന്തായിരിക്കും പറയാ? ആനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൃഷി ചെയ്യണം എന്നാവും ആന പറയാ, അല്ലേ? ആന പറയാണ് വാഴക്കൃഷി ചെയ്യാം. അപ്പൊ നമ്മുടെ കുരുവി എന്താണ് പറയുന്നത്? നെൽകൃഷി ചെയ്യാം. എലിക്കുട്ടൻ എന്തായിരിക്കും പറയാ? മരച്ചീനിക്കിഴങ്ങ് കൃഷി ചെയ്യാം. നമ്മുടെ മുയലോ കാരറ്റ് കൃഷി ചെയ്യാം. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് അവർ പറഞ്ഞു. ദാ ഇവിടെ കുട്ടയില് വളവും വിത്തും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. 2 കുട്ട ഏറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഈ കുരങ്ങന്റെ കയ്യിലിരിക്കുന്ന സാധനമാണ് കൈക്കോട്ട്. അതുപോലെ തന്നെ നമ്മുടെ മുയലിന്റെ കയ്യിലിരിക്കുന്നതാണ് വെട്ടുകത്തി. എന്തെങ്കിലും കുറ്റിയോ കമ്പോ ഒക്കെ ഉണ്ടെങ്കിൽ വെട്ടിമാറ്റാം. മനസ്സിലായില്ലേ? വരികൾ കൂട്ടിച്ചേർത്ത് പാടാം, എഴുതാം. നന്നായി ഉണ്ണാൻ. നന്നായി ഉണ്ണാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നാണ് ഈ പാട്ടിലൂടെ നമ്മൾ പറയുന്നത്. മണ്ണു കിളക്കേണം, നന്നായി മണ്ണു കിളക്കേണം. മണ്ണു കിളക്കേണം, നന്നായി മണ്ണു കിളക്കേണം. നിലമൊരുക്കേണം, നന്നായി നിലമൊരുക്കേണം. നിലമൊരുക്കേണം, നന്നായി നിലമൊരുക്കേണം. വിത്തു വിതക്കേണം, നന്നായി വിത്തു വിതക്കേണം. വിത്തു വിതക്കേണം, നന്നായി വിത്തു വിതക്കേണം. ഇത്രയാണ് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളത്. ഇത്രയുമായ ഉണ്ണാൻ പറ്റുമോ? വിത്ത് വിതച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചെയ്യണം? വെള്ളമൊഴിക്കണം, അല്ലേ? വെള്ളമൊഴിച്ച് ഇത് ഉണ്ടാവുന്ന സമയത്ത് അതിലുള്ള കള പറിക്കണം, അല്ലേ? നമുക്ക് ആ ബാക്കി കൂടി ഒന്ന് എഴുതി നോക്കിയാലോ? വെള്ളമൊഴിക്കേണം, നന്നായി വെള്ളമൊഴിക്കേണം. വെള്ളമൊഴിക്കേണം, നന്നായി വെള്ളമൊഴിക്കേണം. കള പറിക്കേണം, നന്നായി കള പറിക്കേണം. കള പറിക്കേണം, നന്നായി കള പറിക്കേണം. എല്ലാം നന്നായി വന്നാലോ, നന്നായി നമ്മൾക്കുണ്ണാലോ. എല്ലാം നന്നായി വന്നാലോ, നന്നായി നമ്മൾക്കുണ്ണാലോ. ഇങ്ങനെയാണ് അവര് ഈ കൃഷി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പാട്ടുപാടിയത്. പണികൾ ചെയ്യുന്ന സമയത്ത് പാട്ട് പാടുമ്പോൾ നല്ല സന്തോഷവും അതുപോലെ നല്ല ഉഷാറൊക്കെ കിട്ടും. മനസ്സിലായില്ലേ? അടുത്ത പേജ് നോക്കാം. വിളഞ്ഞ കൃഷിയിടം കണ്ട് കുഞ്ഞനാനയും കൂട്ടുകാരും ആഹ്ലാദിച്ചു. വിളവെടുപ്പ് ഉത്സവമായി. എല്ലാവരും ഒത്തുകൂടി. എന്തെല്ലാം വിളവുകളാണ് കിട്ടിയത്? അവരെന്തൊക്കെയാ കൃഷി ചെയ്ത് അതിനൊക്കെ വിളവുകൾ കിട്ടിയിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എഴുതാം വാഴപ്പഴം, മരച്ചീനി, കാരറ്റ്, ചേന, മത്തൻ, കൈപ്പയ്ക്ക, നെല്ല്. ഇവിടെ താഴെ ചിത്രത്തിൽ കണ്ടില്ലേ? കുറേ വിളവുകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കിട്ടിയതായിട്ട് നമ്മൾ ഇവിടെ എഴുതണം. പറഞ്ഞത് എന്തെല്ലാം? ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ. ഓരോന്നിങ്ങനെ കഴിക്കുക. ഹായ്, എന്തു രുചി! മുയൽ പറയാ. ആന, പഴത്തിനും നല്ല സ്വാദുണ്ട്. അപ്പോൾ നമ്മുടെ എലിക്കുട്ടൻ എന്താവും പറയാ? എലിക്കുട്ടൻ ഇതിലത്തെ ഏതാവും കഴിക്കുക? മരച്ചീനിയല്ലേ? അപ്പൊ എലിക്കുട്ടൻ പറയാണ്, ഈ മരച്ചീനിക്ക് എന്ത് സ്വാദാ. കുരുവി എന്തായിരിക്കും പറയാ? നല്ല ഒന്നാന്തരം നെല്ല്, നിറയെ നെന്മണികൾ. ഇവിടെ തത്തമ്മ പറയുന്നത് നോക്കൂ. മനസ്സിലായില്ലേ? ഇനി നോക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ കരടിക്കുട്ടൻ ഇവരോട് എല്ലാരോടുമായിട്ടൊരു പഴഞ്ചൊല്ല് പറയാണ്. ഒത്തുപിടിച്ചാൽ മലയും പോരും. മല ഇങ്ങോട്ട് പോരുംന്ന്. മല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മല. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചേർന്നാൽ നമ്മൾ വിചാരിക്കാത്ത പലതും നടക്കും. ഏത് കാര്യവും സാധിപ്പിക്കാൻ കഴിയും. അതേപോലെയുള്ള കൂടുതൽ ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം.
നിങ്ങൾ ഉലക്ക കണ്ടിട്ടുണ്ടോ? ഉലക്ക ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല അല്ലേ? ഇടിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ്. അരി പൊടിക്കാൻ, മല്ലി പൊടിക്കാൻ ഒക്കെ ഉരലിട്ട് കുത്താനുള്ള ഒരു സാധനമാണ് ഉലക്ക. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാന്ന്. അത്രയും വണ്ണല്ലാത്ത സ്ഥാനത്തും ഒരാൾക്ക് കിടക്കാനേ പറ്റില്ല. പിന്നെ ഒന്നോ രണ്ടോ ആളുകൾ എങ്ങനെയാണ് ഒരുമിച്ച് കൂടി അതിൽ കിടക്കുക? എന്നാലും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നന്നായിട്ട് മനസ്സുകൊണ്ട് ഒരുമയോടെ നിന്നാൽ നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിയാകാം. അടുത്തത്, അണ്ണാൻ കുഞ്ഞിനും തന്നാലായത്. ഒരു അണ്ണാൻ കുഞ്ഞിന് എന്ത് പണിയെടുക്കാൻ കഴിയുക? എന്നാലും അതിന് കഴിയുന്ന ജോലി അതിന് ചെയ്യാം. അതാണ് പറയുന്നത്. അടുത്തത്, അടി തെറ്റിയാൽ ആനയും വീഴും. കാല് വെക്കുന്നത് തെറ്റിപ്പോയാൽ ആനയാണ് വലുതാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വീഴും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് അതിൻ്റെ മനസ്സിലാക്കേണ്ടത്. എലിയെ പേടിച്ച് ഇല്ലം ചുടണോ? ഇല്ലം എന്ന് പറഞ്ഞാൽ വീട്. വീട്ടിൽ എലിയുണ്ട് എന്ന് വെച്ചിട്ട് ആ വീട് കത്തിക്കുമോ ആരെങ്കിലും? ആ എലിയെ മാത്രം അവിടുന്ന് എങ്ങനെയെങ്കിലും ഓടിക്കാൻ നോക്കണം. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. പുലി എത്ര വിശന്നാലും പുല്ല് തിന്നില്ല. പുലിയുടെ ആഹാരം ഇറച്ചിയാണ്, മാംസമാണ്. മാംസം മാത്രമേ കഴിക്കൂ. പക്ഷേ അത്രയും ഗതികേട് വന്നു കഴിഞ്ഞാൽ പുലി പുല്ല് തിന്നും എന്നാണ് പഴഞ്ചൊല്ല്. കാക്ക കുളിച്ചാൽ കൊക്കാകില്ല. കാക്കയുടെ നിറം എന്താണ്? കറുപ്പ്. കൊക്കിൻ്റെ നിറം വെളുപ്പ്. കാക്ക എത്ര വെള്ളത്തിൽ മുങ്ങി 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 തേച്ച് കുളിച്ചാലും കൊക്കിനെ പോലെ വെളുക്കില്ല. ഓരോന്നിനും അതിൻ്റെതായ നിറവും സൗന്ദര്യവുമുണ്ട്. അതുകൊണ്ട് കാക്ക എപ്പോഴും കാക്കയുടെ അതേ ഭംഗിയിൽ തന്നെ ഇരിക്കും. പഴഞ്ചൊല്ലുകൾ എല്ലാവർക്കും മനസ്സിലായല്ലോ? നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കണേ. ഇനി ഇവിടെ മറ്റൊരു പാട്ടാണ്. എന്താ ഇവിടെ പാട്ട് പാടാനുണ്ടായ കാരണം? നേരത്തെ കൃഷി ചെയ്യുമ്പോഴാണ് പാട്ട് പാടിയത്. ഇപ്പോൾ വിളവെടുപ്പൊക്കെ നടത്തി അതൊക്കെ കഴിച്ച് ആ സന്തോഷത്തിലാണ് ഇവിടെ പാട്ട് പാടുന്നത്. വിളവെടുപ്പ് ഉത്സവം കഴിഞ്ഞു, എല്ലാവരും വയറു നിറയെ ഭക്ഷണം കഴിച്ചു, എന്നിട്ടാണ് ഇവിടെ പാട്ട് പാടുന്നത്. ആ പാട്ടൊന്ന് നോക്കാം. താരിളം തയ്യാറാ തക തക താരിളം തയ്യാറാ, താരിളം തയ്യാ തെയ്യത്താരാ, താരിളം തയ്യാറാ, താരിളം തയ്യാറാ തക തക താരിളം തയ്യാറാ, താരിളം തയ്യാ തെയ്യത്താരാ, താരിളം തയ്യാറാ. ആനമലയിൽ കൂനമലയിൽ കാടൊതുക്കി തയ്യാറാ, കിളകിളച്ചതും നനച്ചതും വെതച്ചതും തയ്യാറാ, താരിളം തയ്യാറാ തക തക താരിളം തയ്യാറാ, താരിളം തയ്യാ തെയ്യത്താരാ, താരിളം തയ്യാറാ. ആനമലയിൽ കൂനമലയിൽ വെതച്ചതും തയ്യാറാ, മുള പൊടിച്ചതും വളമെറിഞ്ഞതും തേവി നനച്ചതും തയ്യാറാ, താരിളം തയ്യാറാ തക തക താരിളം തയ്യാറാ, താരിളം തയ്യാ തെയ്യത്താരാ, താരിളം തയ്യാറാ. ആനമലയിൽ കൂനമലയിൽ തേവി നനച്ചതും തയ്യാറാ, കളപ്പറിച്ചതും കതിരണിഞ്ഞതും കാവലിരുന്നതും തയ്യാറാ, താരിളം തയ്യാറാ തക തക താരിളം തയ്യാറാ, താരിളം തയ്യാ തെയ്യത്താരാ, താരിളം തയ്യാറാ. അപ്പൊ ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടായോ? നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഈ പാട്ട് ക്ലാസ്സിൽ പാടി രസിക്കണം കേട്ടോ. ഓക്കെ. ഇനി നന്നായി ഉണ്ണാൻ എന്ന ചിത്രകഥയെ കഥയാക്കി പറയാം, എഴുതാം. കഥ നാടകമാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാം. മുഖം മൂടി നിർമ്മിക്കണേ. എന്നിട്ട് വേണം ഈ കഥ നിങ്ങൾക്ക് ചിത്രകഥേനെ കഥയാക്കി പറയാം കേട്ടോ. കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്താം. പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. അതെന്താണ്? ചീര. ചീര പിടിക്കുമ്പോൾ ഒരു പിടിയേ ഉണ്ടാവുള്ളൂ. അത് നന്നായി അരിഞ്ഞ് വരുമ്പോൾ കുറേ ഉണ്ടാവും. ഓക്കെ. അകത്തറുത്താൽ പുറത്തറിയും. എന്താ അത്?
അകത്ത് അത് മുറിച്ച് കഴിഞ്ഞാൽ, അറുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ മുറിക്കുക, മുറിച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ആളുകളും അറിയും അതിൻ്റെ മണം കൊണ്ട്. അതേതാ? ചക്ക. ഓക്കെ, നീ ചേർത്തു പറയാം, എഴുതാം. നിലം ഒരുക്കി, 2 വാക്കാണ്. നിലം ഒരുക്കി. അതിനെ ചേർത്ത് പറയുമ്പോൾ നിലമൊരുക്കി, നിലമൊരുക്കി. നിലം ഒരുക്കി എന്നല്ല, നിലമൊരുക്കി, മോന്നാവും. വിളവ് എടുത്തു. ആ 2 വാക്കും ചേർത്ത് പറയുമ്പോൾ വിളവെടുത്തു, വിളവെടുത്തു. കതിര് അണിഞ്ഞു. ഈ 2 വാക്കും ചേർത്ത് പറയുമ്പോൾ കതിരണിഞ്ഞു, കതിരണിഞ്ഞു. ഇങ്ങനെ വാക്കുകൾ ചേർത്ത് ഒരു വാക്കാക്കാൻ പഠിക്കണം. ഓക്കെ. കളിമണ്ണോ മൈദയോ ഉപയോഗിച്ച് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും രൂപങ്ങൾ നിർമ്മിക്കാം. കളിമണ്ണോ മൈദയോ ഉപയോഗിച്ച് എങ്ങനെയാണ് രൂപങ്ങൾ നിർമ്മിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരും. കാരണം അത് ഉപ്പൊക്കെ ചേർത്തിട്ട് വേണം ഈ കളിമണ്ണിനെ മൈദയുടെ കൂടെ അതിൻ്റെ പകുതി ഉപ്പും ചേർത്ത് കുഴച്ചിട്ടാണ് മൈദ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് ഉണങ്ങി അതിന് പെയിൻ്റൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി നിങ്ങളുടെ ക്ലാസ്സിൽ പ്രദർശനം നടത്തും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ഉണ്ണാൻ എന്ന ഈ പാഠം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായി എന്ന് കരുതുന്നു. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.